ഇറ്റലിയിലെ ബാഞ്ചോഡി റെൻസോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ഫാദർ ലാസറസ് കമാൽഡോയ്ക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം ബാഞ്ചോഡി റെൻസോയിലുള്ള സ്വർഗാരോപിത മാതാവിൻ്റെ ബസലിക്കയിൽ അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നു. കൂദാശാവചനങ്ങൾക്ക് ശേഷം പെട്ടെന്ന് കാസയിലെ വീഞ്ഞ് രക്തമായി രൂപാന്തരപ്പെടുകയും കാസയിൽ നിന്ന് കവിഞ്ഞൊഴുകി കെത്താനയിൽ പതിക്കുകയും ചെയ്തു. കെത്താന തിരുരക്തത്താൽ നനഞ്ഞു കുതിർന്നിരുന്നു. ആ വൈദികന്റെ മാനസിക വികാരങ്ങൾ വർണ്ണനാതീതമായിരുന്നു. അദ്ദേഹം ദിവ്യകാരുണ്യ യേശുവെ തൻ്റെ ജീവിതാവസാനം വരെ ആഴത്തിൽ സ്നേഹിച്ചു. 1912 അത്ഭുതത്തിൻ്റെ 500-ാം വാർഷികം ഫെറാറ ആർച്ച് ബിഷപ്പ് ലിയോ ബോസ്കി ആഘോഷകരമായി കൊണ്ടാടി. 1958 ഫ്ലോറൻസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ വസ്ത്രത്തിലുള്ള രക്തക്കറ മനുഷ്യരക്തത്തിൻ്റെ സാമ്പിളാണെന്ന് സ്ഥിരീകരിച്ചു. എല്ലാ വർഷവും ദിവ്യകാരുണ്യ തിരുനാൾ ദിവസം തിരുശേഷിപ്പും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം റെൻസോയിൽ നടത്തിവരുന്നു.